കർണാടക സംസ്ഥാനത്തിലെ ചിക്മംഗ്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര ഗ്രാമമാണ് ശൃംഗേരി. ഹരിതാഭമായ പർവ്വതനിരകൾക്കിടയിലെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം. ദക്ഷിണാമനായ ശാരദാപീഠം, ശ്രീകൃഷ്ണഗിരി മഠം എന്നീ നാമധേയങ്ങളിൽ അറിയപ്പെടുന്ന മഠം ഇവിടെ സ്ഥാപിച്ചത് അദ്വൈത പണ്ഡിതനായ ആദിശങ്കരനാണെന്ന് പറയപ്പെടുന്നു. മഠത്തിന്റെ തലവനെ ഇന്നും ശങ്കരാചാര്യ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അദ്വൈത വേദാന്തവും സനാതനധർമ്മവും സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ 4 മഠങ്ങളിൽ ആദ്യത്തെ മഠമാണ് ശൃംഗേരി മഠം. ഗുജറാത്തിലെ ദ്വാരകാ ശാരദാപീഠം, ഒഡീഷയിലെ പുരി ഗോവർദ്ധൻ പീഠം, ഉത്തരാഖണ്ഡിലെ ബദ്രി ജ്യോതിഷ് പീഠം എന്നിവയാണ് മറ്റ് മഠങ്ങൾ. 4 മഠങ്ങളിലും നിയമിക്കപ്പെടുന്ന സന്യാസിമാരെ ജഗത് ഗുരുമാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പവിത്രമായ തുംഗാ നദിയുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാണ് ഈ പ്രദേശം. നദിയുടെ വടക്കും തെക്കും ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്ന ഈ മഹത്തായ മഠസമുച്ചയം അനേകം തീർത്ഥാടകരെ ആകർഷിക്കുന്നു. അനേകം വേദപാഠശാലകളുടെ നടത്തിപ്പും ചരിത്രപരവും ശ്രേഷ്ഠവുമായ സംസ്കൃത കൃതികളുടെ പരിപാലനവും മഠത്തിന് കീഴിൽ അനുവർത്തിച്ചു വരുന്നു. ശിവഭഗവാന് സമർപ്പിക്കപ്പെട്ട വിദ്യാശങ്കര ക്ഷേത്രം, സരസ്വതീ ദേവി കുടികൊള്ളുന്ന ശാരദാംബ ക്ഷേത്രം എന്നീ 2 പ്രമുഖ ക്ഷേത്രങ്ങളാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്ര സങ്കേതത്തിലുള്ളത്. പഠനത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമായ ശാരദാംബ വിഗ്രഹം വളരെ കമനീയവും സമാനതകളില്ലാത്തതുമാണ്. അറിവ്, സംഗീതം, കല, ജ്ഞാനം എന്നിവയുടെ പ്രതീകമാണ് ശാരദാംബ ഭഗവതി. പൗരാണികമായ വാസ്തുവിദ്യ തുളുമ്പി നിൽക്കുന്ന ക്ഷേത്ര സങ്കേതമാണ് വിദ്യാശങ്കര ക്ഷേത്രം. അനേകം കൊത്തുപണികളാലും ശില്പങ്ങളാലും സമ്പന്നമായ ഈ ക്ഷേത്രത്തിലെ 12 ശില്പങ്ങളുള്ള തൂണുകൾ ഓരോ രാശി ചിഹ്നത്തെയും പ്രതിനിധീകരിക്കുന്നു. സൗരമാസങ്ങളുടെ ക്രമത്തിൽ സൂര്യരശ്മികൾ ഓരോ തൂണിലും മാറി മാറി പതിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഹൊയ്സാല ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഒട്ടനവധി ഉപദേവതകളും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ കുടികൊള്ളുന്നു. 4 ദിക്കുകളിൽ നിന്നും പ്രവേശിക്കാവുന്ന നിലയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1916 ഈ ക്ഷേത്ര സമുച്ചയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. 1999 വളരെ ആകർഷണീയമായ സ്വർണരഥം സമർപ്പിക്കപ്പെട്ടത്. അഷ്ടലക്ഷ്മിയുടെ രൂപങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട ക്ഷേത്ര കവാടങ്ങൾ വളരെ ആകർഷകവും സവിശേഷവുമാണ്. നവരാത്രി മഹോത്സവവും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി ആചരിക്കപ്പെടുന്ന രഥോത്സവവും ഇവിടത്തെ പ്രധാന ആഘോഷങ്ങളാണ്. ചരിത്ര പ്രാധാന്യവും പൗരാണികതയും നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സങ്കേതം കാലത്തിന്റെ കുത്തൊഴുക്കിലും പവിത്രതയും ഉദ്ദേശലക്ഷ്യവും കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. അമൂല്യമായ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ ഉറവിടമായും വേദപഠനത്തിന്റെ ഊർജ്ജ സ്രോതസ്സായും ഈ ക്ഷേത്ര സങ്കേതം അനശ്വരമായി ഇവിടെ നിലകൊള്ളുന്നു.